ഗേൾ ഫ്രണ്ട് ഉണ്ടോ? വാട്ട് ഈസ് യുവർ ഹോബീസ്? ക്രഷ് ഉണ്ടോ? ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു Q&A വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരു റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. Q&A വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴാണ് ചെയ്യുന്നത് കണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 7 ദിവസമായിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ട് ഒരു Q&A വീഡിയോക്ക് പറ്റി കമൻസ് നിങ്ങൾ ഇട്ടോളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 40-50ഓളം കമൻസ് അതിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ആൻസറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നേരെ വീഡിയോ ഹേ ഗേസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും അനിയന്റെയും അനിയത്തിയുടെയും പേര് പറയാന്നാണ്. അച്ഛൻ്റെ അനന്തർഷം എന്നാണ് പുറത്തൊക്കെ വിളിക്കുക, വീട്ടിൽ വിളിക്കുക കുഞ്ചാക്ക എന്നാണ്. പിന്നെ അമ്മയുടെ പേര് വന്നിട്ട് മഞ്ജുഷ എന്നും, അനിയന്റെ പേര് വന്നിട്ട് അതുൽ കൃഷ്ണ എന്നും, അനിയത്തിയുടെ പേര് വന്നിട്ട് അമ്മയാന്നാണ് വീട്ടിൽ പാർക്കുട്ടി എന്ന് വിളിക്കുക. പിന്നെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഗേസ്, ചാനലിന് വേണ്ടി കുക്ക് ചെയ്യുകയാണോ അതോ മുന്നേ കുക്കിംഗ് അറിയാമോ? അമ്മ ഇങ്ങനെ ചില ജോലികളൊക്കെ ചെയ്യിപ്പിക്കും അടുക്കളയിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് ചെറിയൊരു ഇതിലൂടെ വന്ന് പിന്നെ അച്ഛൻ ചെയ്യണ കണ്ടുപഠിച്ച് അങ്ങനെ പഠിച്ചാണ്. പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഗേൾ ഫ്രണ്ട് ഇല്ല ഗീസ്. വാട്ട് ഈസ് യുവർ ഹോബീസ്? പാട്ട് കേൾക്കുക, വീഡിയോ എടുത്ത് നടക്കുക, ഇതാണ് എൻ്റെ ഹോബീസ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വീഡിയോ ഓഫ് യുവർ ചാനൽ? എൻ്റെ ചാനലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ 65 ഇല്ലേ, അതിലെ കഥ. അത് ഭയങ്കര ട്വിസ്റ്റും ഭയങ്കര കോമഡി ആയിരുന്നത്. മന്തിയുടെ ഒരു കഥയായിട്ടാണ്. അച്ഛൻ്റെ ലോട്ടറി അടിച്ചിട്ട് കൊണ്ടുവന്ന മന്തിയാണ്, പക്ഷെ അമ്മ അത് എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എടുത്ത് കൊടുത്ത്. നെയിം എന്താ? എൻ്റെ പേര് അഖിൽ, ഫുൾ നെയിം അഖിൽ കൃഷ്ണ എന്ന് വരും. ഏജ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാരാ? ലിറിക്സ് പേരില്ല കേട്ടോ, പേരായിട്ടൊന്നുമില്ല. ഏത് സ്കൂളിലാ? ഞാൻ പാലക്കാട് PMGയിലാ. പ്ലേസ് എവിടെയാ? പാലക്കാട് തന്നെയാ. എഡിറ്റ് എങ്ങനെയാ ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യണത് ഞാൻ ഇൻഷോട്ടിലായിരുന്നു എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇൻഷോട്ടിൽ അത്ര എഫക്റ്റും, അതായത് സൗണ്ട് എഫക്റ്റ് ഒന്നും അത്ര ഇല്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഗൗതം എന്ന് പറഞ്ഞ അവൻ പറഞ്ഞ ക്യാപ് കട്ട് VPN ഇതാക്കി യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ ക്യാപ് കട്ടിലാണ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല എഫക്റ്റും സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യണ്. ക്രഷ് ഉണ്ടോ? ക്രഷ് ഇല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്രഷ് ഒന്നുമില്ല. ഓൺലി സിംഗിൾ. എക്സാം സമയം ആയതുകൊണ്ട് വീഡിയോസ് ഇടാമോ? വീഡിയോസ് ഇടാൻ എന്താ കുഴപ്പം? അല്ല, എക്സാം സമയം, അതായത് ഇടവിട്ടിട്ട് എക്സാം, അതായത് ഇപ്പോൾ ഒരു എക്സാം ഉണ്ടെങ്കിൽ 4 ദിവസം ഇടവിട്ടിട്ട് വേറെ എക്സാം. അപ്പം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യണം. അതായത് ഒരു ദിവസം ഇപ്പോൾ സമയം ഉണ്ടെന്നേക്ക് ഞാൻ ഒരു 3 വീഡിയോ എടുത്തേക്കും, എന്നിട്ട് സമയമില്ലാത്ത നേരത്തെ അങ്ങനെ ഇടാം. അല്ലാണ്ട് ഞാൻ ഡെയിലി വീഡിയോ എടുക്കാറില്ല. എടുത്ത് വെക്കും എന്നിട്ട് ഇടും. അങ്ങനെ ഞാൻ വീഡിയോസ് ഇടാറ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എത്ര കാലമായി? അതായത് ഇപ്പോൾ ഞാൻ ജനുവരി 2025 ജനുവരിയിലാണ് ഞാൻ യൂട്യൂബ്, അതായത് ഇതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായി, അതിലൊരു 100 സബ്സ്ക്രൈബർ ഉണ്ടായി. അത് എൻ്റെ ഏജ് പറ്റില്ല, ഗൂഗിളിൽ 18 വയസ്സ് ചെയ്യണമല്ല ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങാൻ. അങ്ങനെ ഞാൻ എൻ്റെ ഏജ് വെച്ച് തുടങ്ങിയ ഒരു ഗൂഗിൾ അക്കൗണ്ട്, അതിലാണ് യൂട്യൂബ് ചാനൽ ഉള്ളത്. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് പോയി, അപ്പോൾ യൂട്യൂബ് ചാനലും പോയി. പിന്നെ ഞാൻ വേറെ തുടങ്ങി, ജനുവരി 2025 തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടില്ല, അതായത് നിർത്തി. കുറെ നാള് വീഡിയോ ഇട്ടില്ല എന്നുവെച്ചാ ചാനൽ തുടങ്ങി. അതിനൊരു 5-6 മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു, റോഡ് നന്നാക്കണത് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ക്രിഞ്ചടിക്കണ വീഡിയോ കാണുമ്പോ റോഡ് കുഴി അടച്ചു എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിട്ട് ഏതാണ്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഈ കോളിഫ്ലവറിന്റെ വീഡിയോ ഇട്ടത്. അത് തിരി റീച്ച് കിട്ടിയപ്പോ പിന്നെ ഒരു ചിക്കൻ 65 വീഡിയോ ഇട്ട്, അതൊരു 2 മില്യൺ 3 മില്യൺ അടുത്ത് അടിച്ചപ്പോ പിന്നെ അതെന്നെ അങ്ങനെ ഇട്ടുപോയി. അങ്ങനെയാണ്. കുറെ പേര് ഇൻകം പറയോ, ഗേൾ ഫ്രണ്ട് ഉണ്ടോ, കമ്മിറ്റഡ് ആണോക്കെ ചോദിച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, അതേ നിങ്ങളെല്ലാം നോക്കൂ. എനിക്കൊരു ഹായ് പറയണേ. പിന്നെ അംബീഷൻ എന്താ? അംബീഷൻ എന്ന് വെച്ചാൽ എനിക്കൊരു യൂട്യൂബർ ആവണം, അതാണ് എൻ്റെ അംബീഷൻ. പിന്നെ അടുത്ത വീട് ഹോം ടൂർ ചെയ്യണേ. ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞാൽ
വാടക വീട്ടിൽ എന്താ കേസ് ഹോം ടൂർ? വാടക വീട്ടിൽ ഹോം ടൂർ ചെയ്തിട്ട് എന്തിനാ? എന്നാലും ഞാൻ ചെയ്യാം. സ്വന്തം വീടൊക്കെ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഇത് തന്നെയാണ്. വാടക വീട്ടിൽ അതായത് ഞാൻ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോം ടൂർ. ബ്രോ മോണിറ്റൈസേഷൻ ഓൺ ആയോ? ഇൻകം വരാൻ തുടങ്ങിയോ? ഗീവ് അവേ ഒക്കെ ചെയ്തോടെ? ഗൈസ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് മാത്രമേ ഉള്ളൂ. റവന്യൂല് ഇപ്പോൾ 0 തന്നെ കിടക്കുക. അത് വേണമെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അത് പ്രൊമോഷൻ വീഡിയോസ് ചെയ്താൽ മാത്രമേ എനിക്ക് റവന്യൂ കിട്ടുള്ളൂ. വാച്ച് ആഡ്സ് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ വാച്ച് ഹവേഴ്സ് ഒക്കെ കഴിയണം. അതായത് 4000 മണിക്കൂർ അങ്ങനെ ഉണ്ടല്ലോ. ആ 4000 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ടില്ല. അതാവണമെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. അത് ആവുമ്പോൾ എനിക്ക് ഈ വാച്ച് ആഡ്സ് കിട്ടുള്ളൂ. അത് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഒരു ഗീവ് എനിക്ക് വേണ്ടി ചെയ്യും, ഉറപ്പാണ്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനിയും സപ്പോർട്ട് എന്നാലും എനിക്ക് 100Kയിലേക്ക് എത്താൻ പറ്റുള്ളൂ. കൊടുങ്ങല്ലൂർ നിന്ന് പാലക്കാട്ടേക്ക് വന്നപ്പോൾ സങ്കടമുണ്ടായോ? സങ്കടമുണ്ടായി കേസ്. അപ്പൊ നമ്മൾ Q&A വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര ഉള്ളൂ നമ്മുടെ കമന്റ്സ്. ബാക്കിയെല്ലാം റിപ്പീറ്റഡ് കമന്റ്സ് ആണ്. അത് ഇനി പറഞ്ഞതേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറടിക്കില്ല കേസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നൊക്കെ അത്രേ ഉള്ളൂ. ബൈ.